അധിക താരിഫ് ചുമത്തിയ നയം സുപ്രീം കോടതി റദ്ദാക്കിയാൽ അമേരിക്കയ്ക്ക് വൻ ബാധ്യതയാകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നൂറുകണക്കിന് ബില്യൺ ഡോളർ താരിഫായി ഈടാക്കിയ തുക തിരിച്ചു നൽകാൻ ചെലവഴിക്കേണ്ടി വരുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. താരിഫ് ഒഴിവാക്കുന്നതിന് അമേരിക്കയിൽ നിക്ഷേപം നടത്തണമെന്ന് നിർദ്ദേശം ചില രാജ്യങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ജനുവരി 14 താരിഫ് ചുമത്താനുള്ള പ്രസിഡന്റിന്റെ അധികാരം സംബന്ധിച്ച് സുപ്രീം കോടതി റൂളിംഗ് പുറപ്പെടുവിക്കാനിരിക്കെയാണ് ട്രംപിന്റെ വിശദീകരണം. വിവരങ്ങളുമായി ഐസൺ ജോസ് നൽകുന്നു. ഐസൺ, അധിക താരിഫ് ചുമത്തിയ നയം സുപ്രീം കോടതിയിൽ റദ്ദാക്കിയാൽ അമേരിക്കയ്ക്ക് വൻ ബാധ്യതയാകുമെന്നാണ് ട്രംപ് പറയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അമൽ, ഈ അധിക താരിഫ് ചുമത്തിയ നടപടി, അതായത് അധിക താരിഫ് ചുമത്താനുള്ള ഇന്റർനാഷണൽ എക്കണോമിക് എമർജൻസി നിയമം എന്ന് പറയുന്ന നിയമം നടപ്പാക്കാൻ ട്രംപിന് അധികാരമുണ്ടോ എന്ന നിയമപരമായ ഒരു വിഷയം, അല്ലെങ്കിൽ ഒരു ഭരണഘടനാപരമായ ഒരു വിഷയമാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. അത് 14-ാം തീയതി അത് സംബന്ധിച്ച് റൂളിംഗ് പുറപ്പെടുവിക്കാനിരിക്കുകയാണ്. ആ റൂളിംഗ് പുറപ്പെടുവിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന. തങ്ങൾ ദുരന്തത്തിലാകും അല്ലെങ്കിൽ ദുരിതത്തിലാകും, അത് വളരെ കഷ്ടമായ കാര്യമായിരിക്കുമെന്നൊരു നിലപാടാണ് ട്രംപ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. അതായത് ഈ ഇത്തരത്തിൽ താരിഫ് ചുമത്തിയ നടപടി റദ്ദാക്കുകയാണെങ്കിൽ ഈ ഇത്തരത്തിൽ ചുമത്തിയ അധിക താരിഫ് എല്ലാം തന്നെ തിരിച്ചു നൽകേണ്ട ഒരു ബാധ്യതയിലേക്ക് എത്തും. അത് വലിയ ബാധ്യത ഉണ്ടാക്കും. ആ ചുമത്തിയ താരിഫ് തന്നെ തിരിച്ചു നൽകുന്നത് ബാധ്യതയായി മാറും. അതുമാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞത്, ഈ താരിഫിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി പല രാജ്യങ്ങളോടും തങ്ങളുടെ രാജ്യത്ത് നിക്ഷേപം നടത്തുക എന്ന നിലപാട്, അതായത് ഹാർലി ഡേവിഡ്സന്റെ ഒക്കെ നിക്ഷേപം നടത്തുന്ന രീതികളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതിനുള്ള നീക്കങ്ങളിലൂടെ താരിഫ് ഒഴിവാക്കിയ രാജ്യങ്ങളുണ്ട്. അതും വലിയൊരു ബാധ്യതയായി മാറുമെന്നാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അധിക താരിഫ് ചുമത്തിയ നടപടി നിയമവിരുദ്ധമാണോ, നിയമാനുകൂലമാണോ, അല്ലെങ്കിൽ നിയമവിധേയമാണോ എന്നത് സംബന്ധിച്ച വലിയൊരു നിയമപ്രശ്നം കോടതിയുടെ മുന്നിൽ നിൽക്കുന്നു. ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 50% അധിക താരിഫ് ചുമത്തിയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വലിയ താരിഫ് നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഭാരതമുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ പല രാജ്യങ്ങളുമായി ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. 14-ാം തീയതി, അതായത് നാളെ, ഇന്ത്യൻ ദിവസം നാളെയാണെങ്കിൽ കൂടി, നാളെ അത് സംബന്ധിച്ച ഒരു തീരുമാനം, ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു അടിയന്തരമായ വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധികൾ വിളിച്ചു വരുത്തുമെന്നൊരു ആശങ്ക തന്നെയാണ് ട്രംപ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും അധിക താരിഫ് ചുമത്തിയ നടപടി വീണ്ടുവീഴ്ചാരമില്ലാത്തൊരു നടപടിയായിരുന്നു എന്നത് സംബന്ധിച്ച അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് തന്നെ കാത്തിരിക്കുകയാണ്. അത് പ്രതികൂലമായാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബാധ്യതയായി മാറും, അല്ലെങ്കിൽ ട്രംപ് അതിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കും, അമേരിക്കൻ ഭരണകൂടവും ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നൊരു സൂചനയാണ് ഔദ്യോഗികമായി തന്നെ ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അധിക താരിഫ് ചുമത്തിയ നയം സുപ്രീം കോടതി റദ്ദാക്കിയാൽ അമേരിക്കയ്ക്ക് വൻ ബാധ്യതയാകുമെന്ന ട്രംപിന്റെ ആശങ്കയാണ് ഐസൺ ജോസ് പങ്കുവച്ചത്.